സർ, ബഹുമാനപ്പെട്ട അംഗം പി അബ്ദുൾ ഹമീദ്, അങ്ങേക്ക് 8 മിനിറ്റ്. ശ്രീ ഡിമാൻഡുകളെ ഞാൻ എതിർക്കുകയാണ്. സർ, ഇന്ന് നമ്മുടെ പ്രസംഗം തുടങ്ങിയത് നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നമ്മുടെ ഉദുമ MLA കുഞ്ഞമ്പു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് മുസ്ലിം ലീഗിനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട്, അതുകൊണ്ടാണ് ഈ വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ തരത്തിൽ ഒരു വിമർശനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത്. സർ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ഞാൻ സാധാരണ ഇവിടെ രാഷ്ട്രീയം പറയാനുള്ള ഇതുപോലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അടിസ്ഥാന ജനവിഭാഗം നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ റിസൾട്ട്. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തീരദേശത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് സജീവമായിട്ട് ചർച്ചക്കെടുക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു നല്ല മന്ത്രിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും താഴെ തട്ടിലെത്തിയിട്ടില്ല. തീരദേശ മേഖല നിങ്ങളെ പൂർണ്ണമായിട്ട് കൈയൊഴിച്ചു. ഞാനത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം ഒരു തീരദേശ പാർലമെൻറ്റ് മണ്ഡലമാണ്. അവിടെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഒന്ന് നമ്മുടെ മന്ത്രി രാജേഷിൻ്റെ തൃത്താല, അതുപോലെ തന്നെ കോട്ടക്കൽ. ഈ 2 മണ്ഡലം ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങൾക്ക് 5 നിയമസഭാ മണ്ഡലങ്ങളും തീരദേശ മണ്ഡലങ്ങളാണ്. അതിൽ താനൂരുണ്ട്, പൊന്നാനിയുണ്ട്, തവനൂരുണ്ട്, തിരൂരുണ്ട്, തിരൂരങ്ങാടിയുണ്ട്, വള്ളിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും തീരദേശ മേഖലയാണ്. എന്താണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഈ തീരദേശ മേഖലയിലൊക്കെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ തീരദേശ മേഖലയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടും കാര്യമല്ല. എല്ലാ പ്രദേശങ്ങളിലും എന്നപോലെ തീരദേശ മേഖലയിൽ നിങ്ങൾക്കെതിരെ ഉണ്ടായത് രാഷ്ട്രീയ സുനാമിയാണ്. ആ സുനാമിയിൽ അരിവാൾ ചുറ്റിക തകർന്നടിഞ്ഞ മണ്ഡലമാണ് പൊന്നാനി. 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ലീഗ് പുറത്താക്കിയ നവാഗത CPM കാരനെ ജനം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പോൾ പരാജയ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ CPM-ന് വേണ്ടി കൊടി പിടിക്കുന്ന സാധാരണക്കാരായ സഖാക്കൾ, അവർക്കിതിലുണ്ടായിട്ടുള്ള അമർഷം, ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ടത് പരിശോധിക്കുകയും. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ, ഇവിടെ ഈ കുഞ്ഞമ്പത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവണം, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണം. നിങ്ങളങ്ങനെ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതിനാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. നിങ്ങൾ പുറകോട്ട് പോകുമ്പോൾ അവർക്ക് കടന്നു വരുന്ന വേറെ ചില ആൾക്കാരാണ്, നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി കാരണങ്ങൾ മനസ്സിലാക്കി ഈ സാധാരണക്കാരെയും അടിസ്ഥാന വർഗത്തെയും തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പഴയകാലത്തെ സഹാക്കന്മാരുടെ പ്രവർത്തനം അതൊന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. എനിക്കതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ തന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മന്ത്രി ജലീലിനെ ഇവിടെ കാണാനില്ല, നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാനെ കാണാനില്ല, പിന്നെ നന്ദകുമാറിനെ കാണാൻ. അവിടെയൊക്കെ കിട്ടിയ ഭൂരിപക്ഷം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് താനൂർ മണ്ഡലത്തിൽ പൊന്നാനി പാർലമെൻറ്റിൽ UDF സ്ഥാനാർത്ഥി സമുദായം കിട്ടിയത്. ജലീൽ വലിയ വോട്ടിൽ ജയിച്ച നിയമസഭാ മണ്ഡലമാണ് നമ്മുടെ തവനൂർ മണ്ഡലം. അവിടെ 17,000-20,000 വോട്ടാണ്. പൊന്നാനി അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ ലീഡ് ചെയ്യാത്തൊരു മണ്ഡലമാണ്. അവിടെ 15,000 വോട്ടിൻ്റെ മാർജിൻ ഞങ്ങൾക്ക് ഉണ്ടായത്. ഇവിടെ തിരൂരങ്ങാടി ഒക്കെ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം, തിരൂര് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം, വള്ളിക്കുന്നിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇതൊക്കെ തീരദേശ മണ്ഡലങ്ങളാണ്. തൃത്താല ഞാൻ പറയണില്ല, തൃത്താല തീരദേശ മണ്ഡലമല്ലോ, മന്ത്രിക്ക് അറിയാലോ. രണ്ട് മന്ത്രിമാരും ആദ്യം മുതൽ അവസാനം വരെ ഈ തെരഞ്ഞെടുപ്പിനോട് ഉണ്ടായിരുന്നു. പഠിച്ച പണി 18 നോക്കി, പക്ഷേ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട സദസ്സുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മുമ്പിൽ വന്ന പരാതികൾ
ആകെ ലഭിച്ച അന്ന് നിങ്ങൾക്ക് നൽകിയ 273 പരാതികളാണ് അന്ന് മന്ത്രി എൻ്റെ സാന്നിധ്യത്തിൽ അവിടെ സ്വീകരിച്ചത്. അത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട 61 പരാതികളുണ്ടായിരുന്നു. അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം 212. എല്ലാ പരാതികളും ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകി പരാതി അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി പരാതി മറുപടി നൽകി. ഞാൻ പറഞ്ഞത് വളരെ നല്ല രീതിയിലാണ് സദസ്സൊക്കെ നമ്മൾ സംഘടിപ്പിച്ചത്. മന്ത്രിക്ക് അറിയാലോ, എല്ലാ തീരമണ്ഡലങ്ങളിലും ഈ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഒരു പുതിയ പദ്ധതിയായിരുന്നു. അതിൽ പങ്കെടുത്ത ആൾക്കാരും ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു ആ കാര്യത്തിൽ. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിച്ചു എന്നുള്ളതല്ലാതെ അതുതന്നെ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് വേണ്ട സർ. ഞങ്ങളോടൊക്കെ ഒന്ന് പറയേണ്ട ഒരു ആശയവിനിമയം നടത്തണം. ഇന്നിൻ്റെ കാര്യങ്ങൾ ഇന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട്, ഇന്ന കാര്യത്തിൽ ഇത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇന്ന വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിന് സാങ്കേതിക പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഇത് ആൾക്കാരോട് പറയാം. അങ്ങ് പങ്കെടുത്ത ആ സദസ്സ് ആയിരക്കണക്കിന് ആൾക്കാരെ വള്ളിക്കുന്നിലൊക്കെ പങ്കെടുത്തിരുന്നു. ഞങ്ങൾക്ക് അറിയാലോ, ആലവട്ടവും വെഞ്ചാമരമൊക്കെ കൂട്ട് അങ്ങ് സ്വീകരിച്ച് കൊണ്ടുപോയതൊക്കെ അങ്ങ് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് അവിടെ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, ഇത് ഈ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് മന്ത്രിയായ ഉടനെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിൽ 3-4 സ്ഥലങ്ങളിൽ തീരദേശങ്ങളിൽ അങ്ങ് വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കടലുണ്ടിക്കടവ് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽത്തിട്ട് എടുത്തു മാറ്റിയത് സംബന്ധിച്ചായിരുന്നു. അങ്ങ് ആ സ്ഥലം പോയി സന്ദർശിച്ചു. കലക്ടർ ഉണ്ടായിരുന്നു, ഫിഷറീസ് വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അങ്ങ് നിർദ്ദേശം കൊടുത്തു കലക്ടർക്ക്, ഈ മണൽത്തിട്ട മാറ്റണം. പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം ഒഴുകി പോവുകയാണ്, വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. മാത്രമല്ല അവിടെ ഈ ചെറിയ ബോട്ട് ചട്ടിയുണ്ട്. ഈ ബോട്ടുകൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ട മണൽത്തിട്ടം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കടലുണ്ടിക്കടവ് മുതൽ അരിയല്ലൂർ കടപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ കടൽ സുരക്ഷാ ഭിത്തി പലയിടങ്ങളിലും കൃത്യമായി പരിപാലിക്കാത്തത് കാരണം തീരത്ത് താമസിക്കുന്ന വീടുകൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. കിണറുകളിലെ വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുന്നവരെ മാറ്റി താമസിക്കുന്നു. ഇതുവരെ അന്ന് ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ തന്നെ അങ്ങയുടെ മുമ്പിൽ വെച്ചൊരു കാര്യമാണ്. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ടിപ്പു സുൽത്താൻ റോഡ് തീരദേശ റോഡിൻ്റെ ഭാഗമാണത്. റോഡ് കടലെടുത്തിട്ട് വർഷങ്ങളായി. അങ്ങ് മന്ത്രിയാകുന്നതിന് മുമ്പ് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയാകുന്ന സമയത്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് കൂടി. അവിടെ കടലാമയുടെ പ്രചരണ കേന്ദ്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് 5 വർഷം കഴിഞ്ഞു. പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സർ, ബേപ്പൂരിലേക്കും താനൂരിലേക്കും മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് പോകുന്നത്. കിലോമീറ്റർ സഞ്ചരിക്കണം. അതിന് നിലക്കാണ് നമ്മൾ ഈ മുതിയം പാലം നമ്മൾ വളരെ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് 25 കോടി രൂപയുടെ കിഫ്ബി അപ്രൈസൽ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് ഇങ്ങനെ തട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനങ്ങാടിയിലെ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ അങ്ങ് വന്നതാണ്, കണ്ടതാണ്. ഏകദേശം 1 ഏക്കറോളം സ്ഥലം അതിനടുത്ത് തൊട്ടുകിടക്കാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ 1 ഏക്കർ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കും എന്ന് അങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല സർ. അതുപോലെ തന്നെ തീരദേശ പഞ്ചായത്തായ വള്ളിക്കുന്നിലെ ഒരു പ്രധാന റോഡാണ് തിരൂർ. ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ അവസരമൊക്കെ സംസാരിച്ചല്ലോ. തിരൂർ കടലുണ്ടി റോഡ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും പ്രധാന പാതയാണത്. ഈ റോഡ് ബേപ്പൂര്, തിരൂരങ്ങാടി, താനൂര്, തവനൂര്, തിരൂര്, വള്ളിക്കുന്ന് മണ്ഡലം കൂടിയാണ് കടന്നു പോകുന്നത്. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നവീകരിച്ചു. പക്ഷേ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ആ പോർഷൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് നവീകരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അത് ചുരുക്കണം. KSRTC പറയാൻ മടങ്ങിയിരിക്കുക. സോണിൽ നിന്ന് വള്ളിക്കുന്നിനെ ഒഴിവാക്കണം. ഞാനെന്താ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ തീരസദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യമാണ്. ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല. ഈ വിഷയങ്ങളിൽ തീരുമാനമാകുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് കോഴിക്കോട് സർവകലാശാല വിമാനത്താവളമൊക്കെ ഉള്ളതാണ്.
KSRTC ബസ് സർവീസുകൾ ആരംഭിക്കണം. സർ, ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം, ഒരു കാര്യം കൂടി ഇല്ല, ഞാൻ അടുത്ത ആളിനെ വിളിക്കും. പൊന്നാനിയിൽ ഇപ്പോൾ കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു. ഇപ്പോൾ പള്ളികൾക്ക് നാശനഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്ഥാനിക്കുന്നു.